ജാലികാരനായിക്കുള്ളൂ. ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. ഒന്നും ആലോചിച്ചിട്ടുള്ളൂ. അതിനാതെയോ എന്നാ ഏത് സാധനത്തിനാ ഇപ്പൊ വിലയില്ലാത്തത്? മനുഷ്യന് മാത്രമല്ല, മനുഷ്യൻ പട്ടിയെ പോലെ വഴി കൂടെ കിടപ്പുണ്ട്. ഭരണാധികാരിക്കും അത് തന്നെ ആയിരിക്കണം ആവശ്യം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ഈ പ്രാവശ്യം ജയിക്കാൻ സാധ്യത ചാരികാരനായിരിക്കും. നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി സമയം കളയുന്നു, അവിടെ പോയിട്ട് ലൈൻ നിൽക്കുന്നു, വോട്ട് ചെയ്യുന്നു, വരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരുമാതിരി തോൽവി പോലെയാണ് പോണത്. ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഉണ്ടാവും എന്നുള്ളത് മസ്തിയാണ്. കൊടും ചൂടിലെ വെന്തുരുകുവാണ് കേരളം. അതിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും ഒട്ടും മോശമൊന്നുമല്ല. അപ്പൊ നമ്മുടെ കോട്ടയത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. ജാലികാരനായിക്കുള്ളൂ. ജാലികാരൻ 100% നല്ല മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രം. പിന്നെ ഫ്രാൻസിസ് ജോർജ് അവിടെ ഇടുക്കിയിൽ നിന്ന് വളരെ മോശമായിട്ടാണ് പുള്ളി 1 ലക്ഷം വോട്ടിനാണ് തോറ്റത് അവസാനം. അതുകൊണ്ടൊക്കെ നമ്മുടെ മോദി കുറെ വട്ടം വന്ന് താമര പിടിക്കാനുള്ള അതൊന്നും നടക്കില്ല. ഇപ്പോൾ LDF ഭരണം കാണിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുന്നതാണ്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒരുമാതിരി തോൽവി പോലെയാണ് പോണത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതപ്പോൾ അത് മുതലെടുക്കാനല്ലേ ഇവർ നോക്കുന്നത്. അത് അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. BJP മുതലെടുക്കാൻ വിലയില്ല. ഇപ്പം BJP വന്നത് കൊണ്ടാണ് കൂടുതൽ ചാൻസ് കോൺഗ്രസ് വന്നത്. അല്ലെങ്കിൽ ചാഴികാടൻ ജയിച്ചാന്. സന്തോഷിന് വോട്ട് കൊടുക്കുന്നതിന് കാര്യം അവനൊരു പാവമല്ലേ. എല്ലാ കാര്യത്തിലും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പയ്യനാ. അവൻ പയ്യനാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ റോഡ് ഇട്ടാണെങ്കിൽ പോയി കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് കുളിക്കുക, അങ്ങനെ അവർക്ക് പ്രസവം നടത്തുക, ഇതൊക്കെയാണ് അവൻ്റെ അജണ്ടകൾ. വേറെ പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ല. ജയിക്കുക കുറച്ച് വോട്ട് പിടിക്കും. അതിപ്പോൾ ആ വോട്ട് പിടിക്കുന്നത് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടായിരിക്കും പിടിക്കുന്നത്. അങ്ങനെയൊക്കെ വന്ന് ചാഴികാടൻ ജയിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ വർഷാവർഷങ്ങൾ തോറും ഈ കയറുന്നവർ ടാക്സും ഇൻഷുറൻസും കേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ കൂട്ടുകല്ലാതെ എന്തെങ്കിലും ഒരു കുറച്ചു എന്നുള്ളൊരു ഭാവം ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ആരും ഒരു സംഗതിയും കുറച്ചതായിട്ട് കേട്ടിട്ടില്ല, കൂട്ടിയതായിട്ട് കേട്ടിട്ടുള്ളൂ. കാരണം എനിക്ക് 10-60 വയസ്സായി. 60 വയസ്സിനോടൊക്കെ ഓരോ 5 വർഷക്കാലവും ഇലക്ഷൻ നടക്കുന്നുണ്ട്. കയറി വരുമ്പോൾ കൂട്ടുന്നതല്ലാതെ കുറയ്ക്കിയിട്ടില്ല. അപ്പം അത് ജനങ്ങളെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. കാരണം ജയിക്കുന്നവർ വികസിക്കുക, അങ്ങനെയാണ് വികസനം നടക്കുന്നത്. റോഡുകൾ വികസിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാണിസാർ ഇന്ന കാലത്ത് കുറേയൊക്കെ വികസിപ്പിച്ചു. അത് മാണിസാർ വികസിപ്പിച്ചെന്ന് പറഞ്ഞാലും പല മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് മാത്രം എടുത്ത് പറയാം. പല മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ചുറ്റളവാണ്. ഈ 3 കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും പ്രസ്ഥാനം നടത്തിയിരുന്നെങ്കിൽ ഭയങ്കര വികസനമായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ സോപ്പോട്ടിയുള്ളൊരു സിവിൽ സ്റ്റേഷൻ 1 കിലോമീറ്റർ ചുറ്റളവാണ്. സോപ്പോട്ടിയുള്ളൊരു ആശുപത്രി, അതും പാലായുടെ ഈ 1/2 കിലോമീറ്ററിനടുത്താണ് ഈ ആശുപത്രിയും ഈ സിവിൽ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. അതൊരു 3 കിലോമീറ്ററിൻ്റെ അതിർത്തിയിലായിരുന്നെങ്കിൽ ഈ പാലായിക്ക് ഭയങ്കര വികസനമായവനെ. ആ കാഴ്ചപ്പാട് മാത്രമേ തെറ്റിപ്പോയുള്ളൂ. ബാക്കി ഒരു കാഴ്ചപ്പാടിനും കുറവില്ല. KSRTC വന്നു, സ്റ്റേഡിയം വന്നു, സിവിൽ സ്റ്റേഷൻ വന്നു, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ശരിയാക്കി, അങ്ങനെ എല്ലാ ഭാഗവും നല്ലതായിട്ട് ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞങ്ങളെല്ലാം വോട്ട് ബഹിഷ്കരിക്കുക. അത്രയും മടത്ത് ഇടതും വലുതും മാറി മാറി വന്നു. ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലാത്ത നിലയിലായി. എന്നാ ഏത് സാധനത്തിനാണ് ഇപ്പോൾ വിലയില്ലാത്തത്? മനുഷ്യന് മാത്രമല്ല, മനുഷ്യൻ പട്ടിയെ പോലെ വഴി കൂടെ കിടപ്പുണ്ട്. അതുപോലെ അവസ്ഥ. വോട്ട് ചെയ്യുന്നില്ല. എന്നത്ര ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ട്? ജനങ്ങളെ സംരക്ഷണം ചെയ്യേണ്ട സർക്കാർ, മാറി മാറുന്നു വരുന്ന സർക്കാർ, അവർ അധികാരത്തിൽ ഏറി കഴിഞ്ഞാൽ അവരുടെ തോന്നുപിടിയാണ് അവർ പിന്നെ ടൂറ് കളിക്കുക, ആഡംബര ജീവിതം. ജനങ്ങളുടെ കാര്യമോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും ഇവർക്കൊന്നും നേരമില്ല. എന്താ ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നവർ? കോട്ടയത്ത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നമുക്ക് ഈ പ്രാവശ്യം കേന്ദ്രത്തിൽ മോദി സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടാവും. അപ്പോൾ അതിന് തുഷാർ വെള്ളാപ്പള്ളി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാണ്. ക്യാബിനറ്റ് റാങ്ക് കിട്ടുകയും ചെയ്യും. ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് നല്ല പിന്തുണ SNDP യോഗത്തിനുണ്ട്. ഏകദേശം മീനച്ചിൽ യൂണിയനിൽ തന്നെ ഏകദേശം 42ഓളം ബ്രാഞ്ചുകളിൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. കൂടാതെ ഏകദേശം ഞങ്ങളുടെ കണക്ക് വെച്ചാണെങ്കിൽ 5 ലക്ഷത്തോളം വോട്ടുകൾ PC ജോർജ് പറഞ്ഞ പോലെ SNDP യോഗത്തിൻ്റെ തന്നെ വോട്ടുകളുണ്ട്. പിന്നെ BJP വോട്ടുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രമീള ദേവി നിന്നപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിയത് 90,000 വോട്ട് കിട്ടി.
ഇപ്രാവശ്യം ഞങ്ങളുടെ സാധ്യത കോട്ടയം ജില്ലയ്ക്ക് എന്തെങ്കിലും വികസനം വരികയാണെങ്കിൽ കേന്ദ്രത്തിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അതുണ്ടാവും എന്നുള്ളത് മസ്തിയാണ്. അപ്പോൾ മറ്റ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും തുഷാറിൻ്റെ ഒരു വരവ് അമിത്ഷായുമായിട്ടുള്ള ബന്ധം വെച്ച് ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടി കഴിഞ്ഞാൽ കോട്ടയത്തിനൊരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ കയറാനുള്ള സാധ്യത 90% ഉണ്ട്. പിന്നെ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുന്നണികളും BJPയെ സംബന്ധിച്ച് എല്ലാ സ്റ്റേറ്റുകളിലും സംബന്ധിച്ച് ഇപ്പം കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളത് നോക്കണ്ട, എല്ലായിടത്തും ജയിക്കാൻ സാധ്യതയുള്ള മുന്നണികൾ വന്നാൽ അപ്പം തന്നെ രണ്ട് മുന്നണികളും ഒന്നിക്കുകയാണ്. അത് ഓൾ ഇന്ത്യ ബേസിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ UDFും LDFും തമ്മിലുള്ള ധാരണ തന്നെയാണ്. അതിന് ഈ പ്രാവശ്യം ഒരു മാറ്റം ജനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലും മാറ്റം ഉണ്ടാവും. കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, ഇപ്രാവശ്യം ഉണ്ടാവും. ഇല്ലെങ്കിലും കേന്ദ്രത്തിൽ ആനുകാലികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഏകദേശം 400 സീറ്റ് മോദി പറഞ്ഞാലും കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം മോദി ഗവൺമെൻറ് തന്നെയായിരിക്കും. മോദി ഗ്യാരണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. എൻ്റെക്ക് സാധ്യതയില്ല. കാരണം അത് ഒരു ഇവിടുത്തെ സ്ഥാനാർത്ഥി അവർ നിർത്തിയത് ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കൊണ്ടല്ല. അതുകൊണ്ട് യാതൊരു സാധ്യതയില്ല. ഷാജിഗാർഡൻ നല്ല സ്ഥാനാർത്ഥിയാണ്, പക്ഷേ മുന്നണി വളരെ മോശമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം സാധ്യതയില്ല. ഇലക്ഷൻ പ്രവർത്തനം UDFിൻ്റെ തീരെ മോശമാണ്. സാമ്പത്തിക ടൈറ്റാണെന്ന് തോന്നുന്നു. സ്ഥാനാർത്ഥിയുടെ മെച്ചം കൊണ്ട് ജയിച്ചെങ്കിലേ ഉള്ളൂ. പ്രവർത്തനം തീരെ പുറകിലാണ്. അല്ലല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. രണ്ടുപേരും നല്ല മനുഷ്യരാണ്, കുഴപ്പമില്ല. ഫ്രാൻസിസ് ജോർജിനാണ് പൊതുവെ സംസാരം. കാരണം LDFിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും സാമ്പത്തിക ടൈറ്റ് ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ആ മുന്നണിയോട് എതിർപ്പ്. അവിടെ സ്വതന്ത്രമായ ഒരു നിലപാടെടുക്കാൻ ഷാജിഗാർഡിന് പറ്റുകയില്ല. കോൺഗ്രസിന്റെ കഴിവ് കൊണ്ടല്ല, LDFിന്റെ കഴിവുകേട് കൊണ്ട് കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിവുകൊണ്ടല്ല, സെയിം ലെവല് ഇലക്ഷൻ വേണമല്ലോ. അവർക്ക് UPA മതിയായിരുന്നു. ഇന്ത്യ എന്ന് ഒരു ഏച്ച് കിട്ടിയ ഒരു മുന്നണി ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. UPAക്ക് ഒരു ചെയർപേഴ്സൺ വേണമായിരുന്നു, ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് വേണമായിരുന്നു. പിന്നെ പാർലമെന്ററിയിൽ ഏറ്റവും കഴിവുള്ള ആൾക്കാരെ വേണം, പാർലമെന്ററി പാർട്ടി ലീഡർ. എല്ലാ ഹൈക്കമാൻഡിന് വിടും. ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബത്തിന് വേണ്ടി കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇലക്ഷനെ പറ്റി വലിയ പിടിയില്ല. ഞങ്ങളിപ്പോൾ ലോട്ടക്കച്ചവടമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. വോട്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിനാതെയോ ഈ നാട്ടിലുള്ളവർക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കാതെ വോട്ടും കളിച്ച് കാണുന്ന വല്ല കാര്യമുണ്ടോ? ഇത് അതുപോലെയില്ല. മരുന്ന് മേടിക്കാനും കാശില്ല, കഞ്ഞി വെക്കാനും കാശില്ല. അതുപോലെ ഗതികേട് നീക്കുമ്പോൾ ഇനിയിപ്പോൾ അവർ ഇലക്ഷൻ നടന്നതാണ്. ഏത് സർക്കാർ കറിയാലും ഇപ്പോൾ ഇതൊക്കെ തോന്നുന്നത് ആരുമായാലും കറിയോട്ടെ, അവരെന്നെ വേലും കാണിച്ചത് നമുക്കെന്നെ കാര്യമില്ല. ഞങ്ങളതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെ ഇല്ല. ഞങ്ങളൊക്കെ ഈ വണ്ടി ഓടിച്ച് വേണം കഴിയാൻ. ഒരു സർക്കാരിൻ്റെ ഒരു രൂപ നമുക്ക് കിട്ടുന്നില്ല. ഇനി ഞാനാണ് വാടകയ്ക്ക് താമസിക്കുന്നത്, സ്വന്തമായി പെരയില്ല. അതിന് ഒരു ഞങ്ങളുടെ എരുമേലി പഞ്ചായത്തിൽ അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞു അറിയിക്കാമെന്ന്. നമ്മളിപ്പോഴും വാടക കൊടുത്താൽ കഴിയുന്നത്. ഇനി ആർക്കും ഓടി ഞാൻ ഓടിക്കാൻ പോകുമല്ലോ. അവകാശം ചെയ്യുന്നില്ല. നമ്മൾ വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ 365 ദിവസം ഈ വണ്ടി ചേട്ടൻ ഇറങ്ങാതിരുന്ന് ഓടുക. എൻ്റെ വീട്ടിലെ 3 പിള്ളേരുണ്ട്, പിള്ളേരെ വളർത്താൻ വേണ്ടി. സർക്കാർ നമുക്ക് അർഹതപ്പെട്ട ഒന്നും തരുന്നില്ല. അതെ, എനിക്ക് സ്വന്തം പേര് സ്ഥലമില്ല, പെരയില്ല. ഞാൻ വാടകയ്ക്ക് എപ്പോഴും കഴിയുന്നത്. നമ്മളെ പഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് ലൈഫിൽ വെക്കാൻ. ഞാനോട് ഞാൻ ഒരു വകുപ്പിലും പോകുന്നില്ല. ചൂടായി വരുന്നല്ലേ ഉള്ളൂ. ചാൻസ് LDF ജയിക്കുള്ളൂ. അങ്ങനെ ചേട്ടൻ LDF കാരനാണോ? അങ്ങനെയല്ല, പൊതുവെ ചേട്ടൻ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇപ്രാവശ്യത്തെ ഇലക്ഷനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇലക്ഷന് ഒരു പ്രത്യേകത ഞങ്ങളൊക്കെ രാവിലെ ഈ സാധാരണക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് നമ്മുടെ വീടിന് വേണ്ടിയിട്ടും വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഇറങ്ങിപ്പോരുന്നത്. അതുപോലെ ആയിരിക്കണം ഒരു ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്കും അതുതന്നെ ആയിരിക്കണം ആവശ്യം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ഇനി വരുന്നവർ എന്ത് ചെയ്താലും അവർക്ക് എന്തും ചെയ്യാം. കാരണം ഈ കഴിഞ്ഞ ഭരണക്കാർ ചെയ്ത തോന്നിവാസം മുഴുവനും അവർ വിളിച്ചു പറയും. നമ്മളൊരു കാര്യം ചോദിച്ച് അവരുടെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ചെല്ലുമ്പോൾ അവർ പറയുന്നത് എന്നായിരിക്കും അറിയോ, കഴിഞ്ഞ ഭരണക്കാർ ഭരിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ ചോദിക്കാഞ്ഞേ, ഇത് ചോദിക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഈ രാഷ്ട്രീയക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പരിപാടിയാണ്. പറയുന്നുണ്ട്. കാരണം LDFിന്റെ ഭരണം ആർക്കും തൃപ്തികരമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്.
അപ്പൊ ആ ഒരു ചാൻസ് കയറി കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ LDF തന്നെ പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഒരു വകുപ്പ് വെച്ചല്ല, എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടതാണല്ലോ കാര്യങ്ങളൊക്കെ, എല്ലാവരും ഏറെക്കുറെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആര് ജയിക്കുവാന്ന് പറയാൻ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ആര് ജയിക്കുമെന്ന്. ഇലക്ഷനെ കുറിച്ച് ഇപ്പം പറയുന്നത് എല്ലാവരും അത് എല്ലാ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യം എല്ലാവരും നിൽക്കണു. അതുപോലെ ഈ പ്രാവശ്യം ആരായിരിക്കും ഇവിടെ കോട്ടയത്ത് ജയിക്കാൻ സാധ്യത? കോട്ടയത്ത് ഈ പ്രാവശ്യം ജയിക്കാൻ സാധ്യത ചാഴികാരനായിരിക്കും. ചാഴികാരനൊരു നല്ലൊരു മനുഷ്യനാണ്, ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാരാണോ അവർക്ക് വിജയം ഉണ്ടാവും. അതിൽ കൂടെ ഒന്നും എനിക്ക് പറയാനില്ല. കോട്ടയത്ത് അതിനെ പറഞ്ഞതിൻ്റെ അർത്ഥവും ആത്മാർത്ഥമായിട്ട് ആര് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അവർക്ക് നല്ല ഗുണം ഉണ്ടാവുള്ളൂ. അവരെ ജയിക്കത്തുള്ളൂ. NDA ജയിക്കോ, CPM ജയിക്കോ, കോൺഗ്രസ് ജയിക്കും, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ജയിക്കണം, NDA ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നാളായിട്ട് നമുക്കൊരു ജനങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തന്നിട്ടുണ്ട് മോദി സർക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോദി സർക്കാർ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ജനങ്ങളുടെ എങ്ങനെയാണ് സ്വഭാവം എന്ന് അറിയത്തില്ല. അവർക്കൊക്കെ അന്നേരം പൈസ കിട്ടുന്ന അവരെ ഇച്ചിരി പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് മറിക്കുന്ന കാര്യമുള്ളൂ. പക്ഷേ ജനങ്ങൾ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുവാണെങ്കിൽ NDA ജയിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. NDA സർക്കാരിനോടാണ് യോജിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ളതെല്ലാം മരിച്ച് എല്ലാം കുളമാക്കിയിട്ടിരിക്കുക. ഇവിടുത്തെ കേരള സർക്കാരിനെ കാണാമല്ലേ. അതുകൊണ്ട് NDA വരണമെന്നാണ് ആഗ്രഹം. ഞാൻ 12 വർഷം മുന്നേ CPMൻ്റെ ആളായിരുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ അതിന് വോട്ടിങ് ചെയ്യുകയില്ല. അതുകൊണ്ട് ഇനിയും എനിക്ക് സുരേഷ് ഗോപി അതുപോലെ ശോഭസുരൻ അതുപോലെയുള്ള നന്മ ചെയ്യുന്ന മനുഷ്യർ വന്നാലേ നമുക്ക് എന്നേലും മോചനം കിട്ടുള്ളൂ. NDA ജയിക്കും. സംശയമൊന്നുമില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ ജയിച്ച ഞാൻ വോട്ട് ചെയ്ത് എണ്ണുന്നോണം വരെ എൻ്റെ വിശ്വാസം അതെ NDA ജയിക്കുമെന്നാണ് അഭിപ്രായം. അതുപോലെയുള്ളവർ കയറിയാലേ ഇനിയും ഈ നാടിന് എന്നേലും ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല ചെയ്യുമല്ല. ഇപ്പോൾ ഇവിടെ കുളം തോണ്ടി വെച്ചേക്കുന്നത് കാണാമല്ലേ പിണറായി സർക്കാർ. പുള്ളിക്ക് പുറത്തിറങ്ങിയ ആളുകളുടെ മുന്നേ നടക്കാൻ പറ്റുമല്ലോ. അത്ര ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയും. ഓരോ അവരുടെ വിശ്വാസം അനുസരിച്ച് പറയും ഓരോ പാർട്ടി നിൽക്കുന്നത്. അങ്ങനെയല്ല, എൻ്റെ വിശ്വാസം NDA ജയിക്കുമെന്നാണ്. ഇത് നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, ജീവിക്കുന്നു. അല്ലാതെ അവരുടെ സഹായങ്ങളൊന്നുമില്ല, ഒരു ഉപകാരമില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി സമയം കളയുന്നു, അവിടെ പോയിട്ട് ലൈൻ നിൽക്കുന്നു, വോട്ട് ചെയ്യുന്നു, വരുന്നു. അന്നത്തെ ദിവസത്തെ പണിയുമില്ല, ഒന്നുമില്ല. അതിനെക്കാട്ടിലും വീട്ടിലിരിക്കുക അല്ലെങ്കിൽ പണിക്ക് പോവാം. ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും അങ്ങ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. രണ്ട് കൂട്ടരും അതുപോലെ BJP മോശമില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതെ, വിരിയിക്കുന്നു പറയുന്നുണ്ട്. ഒന്നും ഉറപ്പ് പറയാൻ പറ്റൂല. ഇതിന് മുമ്പ് ചാഴികാടൻ തന്നെ UDFിലാണ് ജയിച്ചത്. അതിനുശേഷം അലയൻസ് ഉണ്ടാക്കിയത്. പിന്നെ ഭൂരിപക്ഷം മണ്ഡലങ്ങളും ആരുടെ കയ്യിലാണ്? UDFിന്റെ കയ്യിലാണ്. അപ്പോൾ അത് ആ UDFിന് അനുകൂലമാണ്. അങ്ങനെയൊന്നും പറ്റത്തില്ല. ആ UDF വോട്ടുകൾ കൊണ്ടാണ് ചാഴികാടൻ ജയിച്ചത്. സഞ്ജീവ് വഞ്ഞക്കടമ്പിൽ നിന്നോ അങ്ങനെ ഒരാൾ ഒറ്റപ്പെട്ട ഒരാൾ പോയെന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്നാൽ ഇപ്പുറത്ത് PM മാത്യു വന്നിട്ടുണ്ട്. അതായത് മാണി ഗ്രൂപ്പിൽ നിന്ന് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. എന്നാണ് ഇവിടുത്തെ എൻ്റെ അഭിപ്രായം. അത് തന്നെയല്ല, ഈ LDF ജയിച്ചിട്ട് വലിയ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഒന്നും വലിയ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ LDF ഉള്ളല്ലോ, കേരളത്തിലേ ഉള്ളൂ, വേറെ സ്റ്റേറ്റിലില്ലല്ലോ. ദൂരമായിട്ടുള്ള തരംഗമാണ് നിലവിൽ. പക്ഷെ പഴയ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയല്ല. അതൊരു 6 പഴയെന്ന് പറഞ്ഞാൽ 19 ഒന്നും അല്ലായിരുന്നു. അത് പുറകോട്ട് പോകും. ഇവിടുത്തെ സാധ്യത ഇപ്പം ഒത്തിരി പ്രചരണത്തിൽ ഒത്തിരി പുറകോട്ടാണ് പോകുന്ന നിൽക്കുന്നത് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ പ്രചരണത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് BJP-യാണ്. അത് പ്രചരണം കൊണ്ട് ഒരിക്കലും കയറില്ല. അതല്ലോ ഇവിടുത്തെ കേരളത്തിലെ രീതി. അതല്ലോ BJP കേരളത്തിൽ ഒന്നും ഉണ്ടായ സീറ്റ് കിട്ടുകയില്ല. പറച്ചിലും മാധ്യമങ്ങളുടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സിന് 15. അതാ എൻ്റെ ഒരു അനുമാനം. 15 അല്ലേ 16, അതിന് മുകളിലേക്കില്ല.
ഷാജഹാൻ്റെ അതിപ്പോൾ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. കാരണം അല്ല അതും പറയുന്നുണ്ട്. കാരണം ഇവിടുത്തെ കോട്ടയം അതിനകത്ത് 16-ൽ പെട്ട ഒരു സീറ്റായിട്ടാണ് പറയുന്നത്. ഇല്ല, ഞാൻ വോട്ട് ചെയ്യാനില്ല, ഒന്നിനുമില്ല. വോട്ട് ചെയ്യേണ്ട അവകാശമാണ്. ഞാൻ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല, ചെയ്യണം താല്പര്യമില്ല. കാരണം ഇപ്പോഴത്തെ ഭരണമൊന്നും തീരെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ആര് വന്നാലും ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഈ അവസ്ഥയൊക്കെ തന്നെ, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നിലവിൽ വോട്ട് ആറ് കൂടുതൽ കിട്ടുന്നു അവർ ജയിക്കും. കോൺഗ്രസിനായിരിക്കും. അല്ല ഫ്രാൻസിസ് ജോർജ് ഉറപ്പായിട്ട്. ചാരിയാണ് എ നൈസ് മാൻ. പക്ഷെ ഫ്രാൻസിസ് ജോർജ് ഞാനും കൂടെ ഒരുമിച്ച് MP മാരായിരുന്നു. ആൻഡ് ഐ നോ ഹിം ഫോർ എ ലോങ് ടൈം. ആൻഡ് ഞാൻ പുള്ളിയെ വിളിക്കുന്ന പിയൂണ്. അതുപോലെ സർവീസ് ടു പീപ്പിൾ. BJPയോ അതിപ്പോ ആര് വന്നാലും എല്ലാം ഒരുപോലെയാണ്. ഒരുപോലെയാണ് BJP എല്ലാം ഒരുപോലെയാണ്. അല്ല അല്ല കോൺഗ്രസ് പോവില്ലേ? അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ജയിക്കലായിരുന്നു. സംശയമില്ല. ത്രികോണ മത്സരമാണ്. വേറൊന്നും പറയാൻ പറ്റില്ല. ആര് ജയിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. അതിപ്പോ BJP കൊണ്ടുവച്ചാൽ മിക്കവാറും തരംഗം അങ്ങനെയാ പോകുന്നത്. ഉണ്ട്. ഉണ്ട്. അതിപ്പം നമുക്ക് അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയണോ? കോട്ടയം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന 2 ലക്ഷത്തിന് മത്സരിക്കുന്ന തോമസ് ചാഴികാടൻ ജയിക്കും. ഒരു സംശയമില്ല, 100% ശരിയാണ്. ഇപ്പം എൻ്റെ പാലാ കണ്ണുകളുമ്പോൾ പാലം പുരടത്തിൽ വാസുദേവനാചാരി ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പഴയ ചാഴികാട്ട് നിലനിർത്തി വിലത്തിൻ്റെ കൊച്ചുമകനല്ലേ, അതുകൊണ്ട് ചാഴികാട്ടെ തോമസ് ചാഴികാടൻ ജയിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഉറപ്പ് 100%. ഉറപ്പ് ഒരിക്കലും ഇല്ല. ചെറിയൊരു മൂഡ് കാണുന്നുണ്ട്. അത് വലിയ ഇതായിട്ട് ഇതൊന്നും പുരുഷ വന്നേക്കില്ല. എൻ്റെ പൊന്നെ, ഞാൻ വെറും ഒരു വാസുദേവനാചാരിയാണ്. കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസിസ് ജോർജിൽ ചാൻസ് കൂടുതൽ. ഫ്രാൻസിസ് ജോർജ് ജയിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും ഒരു ചാൻസും ഇല്ല. ഇവിടെ ചാഴികാടന് ജയിക്കാൻ ഒരു സാധ്യതയില്ല. ഫ്രാൻസിസ് ജോർജ് വൻ ഭൂരിപക്ഷം ജയിക്കും. UDFിൻ്റെ മണ്ഡലമാണ് കോട്ടയം. ഇപ്പം കഴിഞ്ഞ തവണ ഈ LDF തരംഗം ഉണ്ടായിരുന്ന സമയത്തും കോട്ടയം പാർലമെന്റിൽ 7 നിയോജകമണ്ഡലത്തിൽ 5ഉം UDF ജയിച്ചതാണ്. പിന്നെ ചാഴികാടൻ കഴിഞ്ഞ തവണ ജയിച്ചെന്ന് പറഞ്ഞാൽ UDFിൽ നിന്നാണ് ജയിച്ചത്. ഈ പാലായിൽ കഴിഞ്ഞ തവണ മാണി സി കാപ്പന് 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDFിൽ നിന്ന് ജയിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു കാരണവശാലും ചാഴികാടൻ ഇവിടെ ജയിക്കത്തില്ല. ഫ്രാൻസിസ് ജോർജ് തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രം ജയിച്ചതാണ്. സാധ്യതയില്ല. 3 പേരിൽ ഫ്രാൻസിസ് ജോർജാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പ്രചരണത്തിൽ ചാഴികാടൻ ചിലപ്പോൾ ഇച്ചിരി മുൻതൂക്കം വന്നേക്കാം. കാരണം അവർക്ക് പൈസ കണ്ടമാനം മുടക്കുന്നുണ്ട്. പക്ഷേ UDFിന് അത്രയ്ക്കും പൈസ മുടക്കിയുള്ള പ്രചരണത്തിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്ക് ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രചരണത്തിന് സ്വല്പം പുറകിലായിരിക്കും. എന്നാലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എല്ലാ രീതിയിലും UDFിനായിരിക്കും ഇത്തവണ. ഈ ഭരണവിരുദ്ധ വികാരവും അതുപോലെ ഈ ചാഴികാടൻ ഇവിടെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാണാൻ ഒന്നുമില്ല. പുള്ളിയെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 6 മാസമായിട്ടാണ് പുള്ളി 1ാമത്തെ MP എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണുന്നത്. അല്ലാതെ അതിനു മുമ്പൊന്നും ചാഴികാടനെ കുറിച്ച് ഇവിടെ ഒരു പരിപാടി, ഒരു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചാഴികാടനെ ഇവിടെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അവരൊരു ബോർഡും ഒക്കെ വെച്ച് ഇവിടുത്തെ 20ൽ 1ാമൻ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച് 1ാമനായതാണ്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് ജോർജ് എന്നല്ല, UDFിന് മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ്. പിന്നെ ഫ്രാൻസിസ് ജോർജ് UDFിന് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്.